നമസ്കാരം. എനിക്കറിയാം എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും കുറച്ച് ആൾക്കാർ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ ചാനലിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലോങ് വീഡിയോയും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ അപ്ലോഡ് ചെയ്തത് ഫുള്ള് ഷോർട്സ് വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അതിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് റൈറ്റായ രീതിയിലല്ല പല വ്യക്തികളിലോട്ടും കൺവേ ആയിട്ടുള്ളത്. ഞാൻ അന്നും ഇന്നും ഞാൻ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനത്തെ വിഷയങ്ങൾ യൂട്യൂബിൽ വരുന്ന സമയത്ത് ഞാൻ പൊതുവേ ആ വിഷയത്തെക്കുറിച്ച് കാരണം എനിക്ക് ഏത് വിഷയവും സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവോ ഒന്ന് പറയാൻ പറ്റണം. ഇവിടെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ കറൻ്റ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് ഒരു അപ്സരയോ അങ്ങനെ ഏതോ ഒരു പറഞ്ഞ പെൺകുട്ടി വന്നു. ആള് വന്ന് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ പറയാൻ ഭയങ്കര നാണക്കേടാണ്. പെണ്ണെന്ന നിലയിൽ എനിക്ക് നാണക്കേടാണ്. കാരണം തൊടാത്ത ഒരാൾ തൊട്ടു എന്ന് പറഞ്ഞ് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടി പോയി നിൽക്കുന്നതിന് സമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോ പറയാൻ എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടീൻ്റെ ഒരു വീഡിയോ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇയാളുടെ റിയാക്ഷൻ വീഡിയോ ആണ്. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇമ്പൾസിനെയൊക്കെ പറ്റി പറഞ്ഞ സമയത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, നമ്മളൊരാൾ ഇങ്ങനെ പിടിച്ച് ഫോട്ടോ നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇമ്പൾസ് ഉണ്ടാവില്ലേ? ഞാനത് ആലോചിക്കും. നമ്മളുടെ അടുത്ത് ഒരാൾ ഒന്ന് കൈ ടച്ച് ചെയ്യുമല്ല ആക്കുന്ന സമയത്ത് എപ്പോഴാണ് ഫോൺ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുക? നമ്മൾ ആദ്യം അയാളെ തട്ടി മാറ്റാനോ അയാളെ മൂവ് ചെയ്യാനോ അല്ലേ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി വേറെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ ട്രെയിനിലൊക്കെ കാണുന്നത്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് കാണുന്നതെങ്കിൽ പറയുന്നതിനൊരു ശരിയുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പകരം ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നതിൽ കൂടെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ആ വിഷയം സംസാരിച്ചു. അത് കഴിഞ്ഞു, ഞാൻ വിട്ടു. പിന്നെയാണ് ഞാൻ ഈ സഹോദരൻ്റെ ഈ വിഷയം അറിയുന്നത്, കേൾക്കുന്നത്. പിന്നെ ഞാൻ അപ്പം തന്നെ ആ ടൈം തൊട്ടിട്ട് ഞാൻ ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഷോർട്സുകൾ ഞാൻ 1, 2, 3 ഷോർട്സ് ഇട്ടു. എന്നിട്ടും ഞാൻ ഇതിൻ്റെ ലോങ്ങിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കരുതി എന്തായാലും എൻ്റെ സൈഡിൽ നിന്ന് ഈ വിഷയത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാം. നടന്നു, സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനായി, സങ്കടപ്പെട്ടു, സൂസൈഡ് ചെയ്തു, സൈബർ ബുള്ളിങ്, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് പെൺകുട്ടി നേരിടേണ്ടി വന്നു. ലാസ്റ്റ് വീട്ടുകാർ കേസ് കൊടുക്കുന്നു, പോലീസുകാർ വരുന്നു, സംസാരിക്കുന്നു, പെൺകുട്ടി ഫ്ലൂ എന്ന് പറഞ്ഞ് മുങ്ങുന്നു. ഇതാണ് ഇപ്പം കറൻ്റ്ലി ഈ കേസിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ട് തന്നെ തുടങ്ങാം. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫുള്ളുണ്ട്. ഒരു മുള്ളിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഒരു അപ്പച്ചൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അപ്പച്ചൻ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്നിട്ട് നീ എന്നെ തൊട്ട അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ, ഇങ്ങനത്തെ ഒരുപാട് ട്രോള് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? എൻ്റെ പൊന്നു മക്കളെ, ഞാൻ രണ്ടുപേരെയും പറയുന്നുണ്ട്. ഇവളുടേത് ഇത്ര ഡിസ്കഷൻ ആയത് ആ വ്യക്തി ഇപ്പോൾ ജീവനോട് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ മറ്റുള്ളവരോടും കൂടെ പറയാം, നിങ്ങൾ രണ്ടുപേരും ഇമാതിരി തരത്തിലുള്ള ഡാഷ് പരിപാടികൾ ചെയ്തതിൻ്റെ റിഫ്ലക്ഷൻ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക്. ഇനി നമ്മളെപ്പോലെ മാന്യമായി ബസ്സിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഏതെങ്കിലും ഒരു വ്യക്തികൾ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വോയിസ് ഉണ്ടാവില്ല. ഞാൻ സൈഡിൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന തെരുവു ഡാഷ്, അതെന്താന്ന് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഈ ബസ്സിൽ പ്രവേശനമില്ല. ഇങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകളും ട്രോളുകളും കമൻറ്റുകളും അതും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ജെനുവിനായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ, ജെനുവിനായിട്ട് ഇങ്ങനെ അനുഭവിച്ചാൽ എവിടെ നമ്മൾ ഇതിന് പോകണം? ആരോട് സംസാരിക്കണം? ആര് വിശ്വസിക്കും? ആര് കൂടെ നിൽക്കും? ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു തലമാണിത്. നമുക്ക് ഈ എല്ലാവരും ഈ ദീപക്കിനെ പോലെ ആവണമെന്നില്ല.
ഇപ്പം കറൻ്റ്ലി അന്വേഷിച്ച സമയത്ത് ദീപക് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വളരെ ക്ലോസ് റിലേറ്റീവിൻ്റെ അടുത്ത് വീടുള്ള ഒരാളാണ്. എൻ്റെ ലൈക്ക് അമ്മയുടെ ഫാമിലി ഫുള്ള് കാലിക്കറ്റ് ആണുള്ളത്. അതിൽ ഗോവിന്ദപുരത്ത് എനിക്ക് പേഴ്സണലി എൻ്റെ റിലേറ്റീവിൻ്റെ നൈബറാണ്. ഞാൻ റിലേറ്റീവിനോട് ആളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് വളരെ പാവാണ്, ഡൗൺ ടു എർത്താണ്, കുട്ടികൾക്ക് പലതും പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. ഇവർ അച്ഛൻ അമ്മ ഭയങ്കര സ്നേഹത്തോട് ഇരിക്കുക. എല്ലാവരും ഇയാളാവണമെന്നില്ല. ഇതിൽ നല്ല മനുഷ്യന്മാരും ഉണ്ട്, കെട്ട മനുഷ്യന്മാരും ഉണ്ട്. ഇനി ഈ അവസരം മുതലെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ സൈഡിലൊരു പോസ്റ്റ് കൊടുക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ റീലും പോസ്റ്റും ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഈ ആളിത് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയാൻ വന്നത്. അവസരങ്ങളെ മുതലെടുക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളെപ്പോലുള്ള ഐറ്റങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത്രയ്ക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടുന്ന വേറെയും കുറേ വഴികളുണ്ട്. അത് തിരഞ്ഞെടുക്കുക. സമൂഹത്തിൽ ഒരു ജെൻഡറിനെ മുഴുവനായി ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല റീച്ച് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഒരുത്തി പറഞ്ഞു പോയിട്ടുണ്ട്. അവളുടെ ഹിസ്റ്ററിയും പാസ്റ്റിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നിൽക്കും, അപ്പം പറന്നിടും. രാഷ്ട്രീയം പോയി പുറത്തു പോയാൽ അതിനും വലുത്. ഭർത്താവിനെ ഒഴിവാക്കി വന്ന് നിൽക്കുകയാണ്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം അവൾ പോയിരിക്കുക. എന്തിനാ പോകുന്നത്? വലിയ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. സൈക്കോളജി ഇമ്പൽസ് ഇൻ ടു സൈക്കോളജി കം മിക്സഡ് ടുഗദർ വി പ്രൊഡ്യൂസ് സംതിങ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമായിരുന്നു. ഇപ്പം എവിടെ പോയി ഇമ്പൾസ്? ഇത് മോളെ ആദ്യം അനക്ക ഇമ്പൾസ് വേണ്ടേ? എൻ്റെ അടുത്ത് മോശമായിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തി പെരുമാറിയിട്ടുണ്ട്, ഈ ഇമ്പൾസ് ചെയ്യണമായിരുന്നു. ഈ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുക. ഛർദിക്കാൻ വരുന്നീറ്റുകളെ കാര്യം പറയുമ്പോൾ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ യുവാവ് ജീവനൊടുക്കാനിടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പറഞ്ഞിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു. വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ്സാണെന്ന് തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ പോലീസിന് അത് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടത് റീച്ചാണ്. ഈ സാധനം ഇട്ടാൽ സോഷ്യൽ മീഡിയയിൽ കത്തും, അവർക്ക് റീച്ച് കിട്ടും. അതിന് വേണ്ടി നിൽക്കുന്നതാണ്. അവളുടെ ഇൻസ്റ്റാഗ്രാം കണ്ടാൽ തന്നെ നമുക്ക് വളരെ പേഴ്സണലി അറിയാം. എങ്ങനെയെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയാണ്. ആളുടെ ഇപ്പോൾ അക്കൗണ്ടൊക്കെ പ്രൈവറ്റാക്കി പൂട്ടിക്കെട്ടി ഏതോ മാലയിൽ പോയി കിടക്കുന്നുണ്ട്. റീച്ചിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ലേഡിയാണ്. അല്ലെങ്കിൽ എന്താ, ഞാനതാ പറഞ്ഞത്, നമ്മളെടുത്ത് ഒരാൾ മോശമായി പെരുമാറിയാൽ ഒന്നെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറോട് പറയും. ഇതൊക്കെയാണ് പൊതുവേ നടക്കുന്ന ഒരു സിനാരിയോ അല്ലെ സീൻ. പകരം ഇതങ്ങ് തുറന്ന് വെച്ചിട്ട് വന്നോ ഇല്ല വാ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ? ദിസ് ലേഡി തട്ടമുട്ട ഗേളുടെ ഒരു അടിസ്ഥാന കഴിവ് നേരൊക്കെ ഇവളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ എന്തൊക്കെ പണി ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. മാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണങ്ങൾ കാണാം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ബസ്സിനകത്ത് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത്. ഈ യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിനു മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പയ്യന്നൂർ രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായത് എന്ന് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു. നമുക്കൊപ്പം ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നമ്മളെ പണിയുടേതായതുകൊണ്ട് പെട്ടെന്ന് ബസ്സുകാർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ബസ്സുകാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവള് വീഡിയോ ഷൂട്ട് നടത്തിയിട്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ ഇടുക ചെയ്തത്. അതവിടെ കിടക്കട്ടെ. എനിക്ക് രണ്ടാമതൊരു ചോദ്യം എന്താ പറയുക, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അവളെ മുഖം മറക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ഇത്രയും വലിയ വൃത്തികെട്ട ഒരു പരിപാടി ചെയ്തിട്ട് ആ മനുഷ്യൻ ഇല്ലാണ്ടാക്കി ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കരച്ചിൽ കണ്ടിട്ട് എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, അന്തസ്സായിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോകണമായിരുന്നു. എനിക്കില്ല, ശിക്ഷ ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. എന്നിട്ട് മുങ്ങി രക്ഷപ്പെട്ടിട്ട് അവിടെ പോയി നിൽക്കുന്നവളുടെ മുഖം മറക്കേണ്ട ആവശ്യം എന്താ? എന്തിനാ ഇവളുടെയൊക്കെ മുഖം മറയ്ക്കുന്നത്? മറച്ചിട്ട് എന്താ കിട്ടുന്നത്? ചില നേരത്ത് ഈ നിയമം സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാണുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ട്.
സീരിയസ്ലി ഞാൻ പല ന്യൂസിലും ഇവളുടെ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ ഇവളുടെ ഐഡന്റിറ്റി കാണിക്കുന്നില്ല, പകരം മറ്റേ ആളുടെ മുഖം അങ്ങ് ക്ലിയർ ആയി കാണിക്കുന്നുണ്ട്. ഇവള് മറ്റേ ആളുടെ പേരും ഐഡന്റിറ്റിയോ റിവീൽ ചെയ്യാണ്ട് മങ്ങിച്ചിട്ടാണുള്ളൂ വീഡിയോ ഇട്ടിട്ടുള്ളത്. അല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത്? ശരിക്കും ഇവളുടെയൊക്കെ മുഖവും പേരും ഒക്കെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടണം. 18 വയസ്സിന് താഴെയുള്ളതാണ് ഓക്കെ ഫൈൻ. ഇത് ഇത്രയും പ്രായം ഉണ്ടായിട്ട് ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് വിവരം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇവളൊന്നും കഴിക്കുന്ന അരിയാഹാരമല്ല, പകരം ടോയ്ലറ്റ് സാധനമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അതിൻ്റെ ബുദ്ധി പോലും ഈ പെർട്ടിക്കുലർ പെൺകുട്ടിക്ക് ഇല്ല. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാത്ത അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇനി നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് നമുക്ക് ആരോടെ പറയാൻ പറ്റുക? പറഞ്ഞാൽ ആരായിട്ട് വിശ്വസിക്കുക, ആരായിട്ട് കേൾക്കുക? എല്ലാവരും ഇനി റീലും കണ്ടന്റും ക്രിയേഷനും അതും തേങ്ങയും വാങ്ങിയാന്ന് കരുതും. നിങ്ങൾ ഇനി ഇതിട്ട് നടക്കുന്ന പോലെ തന്നെ. ഇപ്പൊ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും എടുത്ത് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു നോട്ടാ, ഓ ഇനി ഇതെന്താ പരിപാടിയെന്ന്. ഏറ്റവും നല്ല ഫോൺ ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. തൊട്ടാ അവർക്ക് ഡൗട്ട് ആവുമല്ലോ. കുറേ ഇങ്ങനത്തെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. എടാ എന്ത് പണിയെടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യടാ. ഒറ്റ ടേക്കിൽ 3 കണ്ടന്റ് എടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതൊന്ന് അതിലും വലിയൊരു ഫിസിക്കലി വീക്കായിട്ട്. അങ്ങനെ പണിയെടുക്കുക. നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് വേണ്ട റീച്ച് നമ്മുടെ ദൈവം തരും. ഇത്രയേ ഉള്ളൂ. ദൈവം പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് തരും. അല്ലാണ്ട് ഇമാതിരി ഡാഡിയില്ലാത്ത സിൻഡ്രോമുള്ള സ്വഭാവങ്ങൾ കാണിച്ചിട്ടല്ല റീച്ച് പിടിക്കേണ്ടത്. ഏറ്റവും നിർണായകമായൊരു വിവരം, ഷിംജിതയെ കാണാനില്ല, അവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയതിൽ വീഡിയോ ചിത്രീകരിച്ച ഈ അവളെ വീട്ടുകാരെ പിടിക്കുക, അവളുടെ ഫോണ് പിടിക്കുക, ലൊക്കേഷൻ ട്രേസ് ചെയ്യുക, അവിടെയാണെങ്കിൽ അവിടേക്ക് നോട്ടീസ് കൊടുക്കുക, എന്നിട്ട് അവളോട് എത്തിക്കുക. എല്ലാ മീഡിയയിലും എല്ലാ എയർപോർട്ടിലും എല്ലായിടത്തും ഉള്ള ഫോട്ടോ അങ്ങ് വരുത്തുക. പിടിക്കാൻ പറ്റും. ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ല. ഇന്നത്തെ സൈബർ സെല്ല് മര്യാദയ്ക്ക് ആക്റ്റീവായി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പിടിക്കാൻ പറ്റും. അതൊന്നും ഇത്ര വലിയ പാടില്ല. പോലീസുകാർ സംസാരിച്ചതിന് ശേഷമല്ലേ അവള് മുങ്ങിയിട്ടില്ല. അവളെ മുങ്ങാൻ സമ്മതിച്ചുള്ള വീട്ടുകാരെയൊക്കെ ആദ്യം പിടിച്ചുകൊണ്ടായി എൻ്റെ ഉള്ളിട്. ഒരു കുടുംബത്തിൻ്റെ അത്താണീനെ കൊണ്ടുപോയി കളഞ്ഞിട്ടാണ് ഇവർ രക്ഷിച്ചിട്ടുള്ളത്. ഞാൻ സീരിയസ്ലി ഞാൻ ഈ വിഷയം സംസാരിക്കാണ്ട് ഞാനിങ്ങനെ വിട്ട് ഒഴിവാക്കിയാണ്. ഞാൻ ഷോർട്സ് കൂടെ മാത്രം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെൻഡ് എൻ്റെ നിന്ന് പലതും വിട്ടു. അതുകൊണ്ട് മാത്രമാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ. അപ്പം ഇങ്ങനത്തെ തരത്തിലുള്ള എൻ്റെ പൊന്നു മക്കളെ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ആക്കണമെങ്കിൽ നിങ്ങൾ റോട്ട് പോവുക, എന്നിട്ട് ഏതെങ്കിലും ഒരാളെ വിളിക്കുക, എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക, എന്നിട്ട് അയാളുടെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അങ്ങ് ആക്കിക്കുക. അങ്ങനെ മാന്യരായിട്ടില്ല നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ വെച്ചിട്ടല്ല നിങ്ങൾ ഈ തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ. ഓക്കെ ബൈ.